Xylem Learning, Amrita Miss ആണ്. അപ്പോൾ മക്കളെ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ എല്ലാവരും പഠിച്ചു അല്ലേ? എന്താണ് ചാപ്റ്ററിന്റെ പേര്? ഓറിയന്റിങ് യുവർ സെൽഫ് ദ യൂസ് ഓഫ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഒരു ഓൾമോസ്റ്റ് കഴിഞ്ഞ സെക്കൻഡ് ചാപ്റ്റർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു സമയത്താണ് നിങ്ങൾക്ക് യൂണിറ്റ് ടെസ്റ്റുകളും പീരിയോഡിക് ടെസ്റ്റുകളും അങ്ങനത്തെ എല്ലാ വീക്ക്ലി ടെസ്റ്റുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ നിങ്ങളിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവും ആരെങ്കിലും വന്ന് ഈ ഒരു ചാപ്റ്ററിനെ ക്വിക്കായിട്ട് ഈസി ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നു എങ്കിൽ എന്ന് അല്ലേ? യെസ്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ഫുൾ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളൊന്ന് ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഇത്രയേ ഉള്ളൂ കാര്യം. കോർഡിനേറ്റ്സ് ജിയോമെട്രി എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്ന ഈച്ച് ആൻഡ് എവറി കാര്യം ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഫ്യൂച്ചറിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു സാധനമാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ എന്തെങ്കിലും ഡെലിവറി ഒക്കെ നമ്മുടെ വീട്ടിലേക്ക് അഡ്രസ്സ് കൊടുക്കുന്ന സമയത്ത് ലൊക്കേഷൻ ഷെയർ ചെയ്യുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യുന്നത് ഈ കോർഡിനേറ്റ് ജിയോമെട്രിയുടെ എന്താ പറയുക അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷൻസ് ആണ്. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുക, ഈ കോർഡിനേറ്റ് ജിയോമെട്രി ഒരുപാട് നമുക്ക് പഠിക്കാനായിട്ട് ഉണ്ട്. കോർഡിനേറ്റ് ജിയോമെട്രിയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനി അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്നതാണ് ഫുഡ് ഡെലിവറി, അല്ലെങ്കിൽ വേറെ എന്തൊക്കെയുണ്ടല്ലേ ബ്ലിങ്കിറ്റ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ കറക്റ്റ് വീട്ടിൽ സാധനം കൊണ്ട് തരുന്നത് ലൊക്കേഷൻ ഷെയർ ചെയ്യുന്നതുകൊണ്ടാണ്. GPS അല്ലേ? അതേപോലെ തന്നെ GPS സിസ്റ്റം, പിന്നെ സാറ്റലൈറ്റ്സ്, സ്പേസ് മിഷൻസ്, ഗ്രാഫിക് ഇൻ ഫങ്ഷൻസ്, ആർക്കിടെക്ചർ, സിറ്റി പ്ലാനിങ്, എവറിത്തിങ് എല്ലാത്തിലും ഏറ്റവും ബേസിക് ആയിട്ട് നമ്മളിപ്പോൾ പഠിക്കുന്ന ഈ കോർഡിനേറ്റ് ജിയോമെട്രി ഉണ്ട്. ഇനി എന്തൊക്കെയാണ് ഈ കോർഡിനേറ്റ് ജിയോമെട്രിയിൽ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയും, ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത് എക്സ് ആക്സിസ് എന്താണ്, വൈ ആക്സിസ് എന്താണ് എന്നുള്ളതാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു 2D പ്ലെയിനെ, 2 ഡയമെൻഷണൽ പ്ലെയിനെ, 3D അല്ല 2 ഡയമെൻഷണൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു പേപ്പറിനെ നമ്മൾ എന്ത് ചെയ്യുവാണ്, 4 കഷ്ണങ്ങളായിട്ട് മുറിക്കുകയാണ്. 4 പാർട്സ് ആക്കി നമ്മൾ ഡിവൈഡ് ചെയ്യുവാണ്. അങ്ങനെ 4 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന 2 ആക്സിസുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് ഒന്നാമത്തെ ആക്സിസ്, വി കോൾ ഇറ്റ് ആസ് എക്സ് ആക്സിസ്. ഇത് രണ്ടാമത്തെ ആക്സിസ്, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വൈ ആക്സിസ്. ഓക്കെ, ഒരു എക്സ് ആക്സും ഉണ്ട്, ഒരു വൈ ആക്സിസും ഉണ്ട്. നിങ്ങൾ കണ്ടല്ലോ, ഒരു എക്സ് ആക്സും ഉണ്ട്, ഒരു വൈ ആക്സിസും ഉണ്ട്. ഇതാണ് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഹൊറിസോണ്ടൽ ആയിരിക്കുന്ന ആളെ എക്സ് ആക്സിസ് എന്നും വെർട്ടിക്കൽ ആയിരിക്കുന്ന ആളെ വൈ ആക്സിസ് എന്നുമാണ് നമ്മൾ വിളിക്കുന്നത്. ഇനി നോക്കുക, എക്സ് ആക്സിസ് ആയി, വൈ ആക്സിസ് ആയി, ഇത് 4 കഷ്ണമായിട്ട് മുറിച്ചു. ഈ സെൻറ്ററിലുള്ള ഇതിനെയാണ് നമ്മൾ ഒറിജിൻ എന്ന് പറയുന്നത്. ഇത് 0,0 ആണ്. ഓക്കെ, ഒറിജിനാണ്. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇനി ഞാൻ ഇവിടെ ഈ ഒരു പോയിന്റിൽ ഒരു മാർക്ക് ചെയ്തു, എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇട്ടു. ഈ പോയിന്റ് എവിടെയാണ് എന്ന് എനിക്ക് കറക്റ്റ് പറയണം. എ എന്ന് പറയുന്ന പോയിന്റ്, ഞാൻ ഈ പേപ്പറിലിട്ട എ എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ് നിൽക്കുന്നത് എന്ന് എനിക്ക് കറക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരണം അല്ലെ? നിങ്ങളോട് എനിക്ക് പറഞ്ഞു തരണം, ദാ ഇവിടെയാണ് എൻ്റെ പോയിന്റ് എ നിൽക്കുന്നത് എന്ന് എനിക്ക് പറഞ്ഞു തരണമെങ്കിൽ അതിന് 2 കോർഡിനേറ്റ്സുകൾ വേണം, എക്സും വൈയും. 2 ആൾക്കാരെ വേണം, എക്സും വൈയും. ഒരിക്കലും ഇതിനെ നിങ്ങൾ y, x എന്ന് വിളിക്കരുത്. അങ്ങനെയല്ല, ഇതിനെ x, y എന്ന് തന്നെ വിളിക്കണം. ഇതാണ് യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ളത്. x, y. ഇതിന് ഫസ്റ്റ് പറയുന്ന വാല്യൂ x വാല്യൂ ആയിരിക്കണം, സെക്കൻഡ് പറയേണ്ട വാല്യൂ y വാല്യൂ ആയിരിക്കണം. അതെന്തുകൊണ്ടാണ് y, x ആവാത്തത് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ജസ്റ്റ് കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ തന്നെ നമുക്ക് കിട്ടും. കാരണം y, x, ഞാനിപ്പോൾ y, x പറയുന്നു, നിങ്ങൾ x, y പറയുന്നു. അപ്പോൾ നിങ്ങൾ 2,3 എന്ന് പറയുന്നതും ഞാൻ 2,3 എന്ന് പറയുന്നതും രണ്ടാണ്. നമുക്ക് ഒരേപോലെ എന്താ പറയുക, യൂണിഫോമിറ്റി കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ടാണ് എല്ലായിടത്തും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള x, y തന്നെ നമ്മൾ പറയുന്നത്. സെറ്റ്. അപ്പോൾ നമ്മൾക്ക് ആദ്യം അറിയേണ്ടത് എക്സിന്റെ വാല്യൂ ആണ്. എക്സിന്റെ വാല്യൂ കിട്ടാൻ വളരെ സിമ്പിൾ ആണ്. ഈ പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക് എക്സ് ആക്സിലോട്ട് പോവാം. ഈ പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക് എക്സ് ആക്സിലേക്ക് പോകുമ്പോൾ എക്സ് ആക്സിലുള്ള വാല്യൂ കിട്ടും 4. അപ്പം എക്സിന്റെ വാല്യൂ ഇവിടെ 4 ആണ്. ഇനി ഇതിൽ വൈയുടെ വാല്യൂ കിട്ടാനും സിമ്പിളാണ്. ഇവിടുന്ന് നേരെ വൈ ആക്സിലേക്ക് നോക്കുക, ഇവിടെ വൈ ആക്സിൽ ഒരു പോയിന്റ് കിട്ടി, അതും 4 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ആ പോയിന്റ്? എ എന്ന് പറയുന്ന പോയിന്റ് 4,4 ആണ്. 4,4 ആണ്. ഇനി ഞാൻ റാൻഡം ആയിട്ട് വേറൊരു പോയിന്റ് മാർക്ക് ചെയ്യുന്നതാ. ഇവിടെ ഞാനൊരു പോയിന്റ് മാർക്ക് ചെയ്തു, ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു റാൻഡം ആയിട്ട്. അതിന് ഞാൻ പോയിന്റ് ബി എന്ന് പേര് കൊടുത്തു. ഇതിന്റെ കോർഡിനേറ്റ്സ് എനിക്ക് പറയണം. അപ്പോൾ ആദ്യം എക്സ് പറയണം,
പിന്നെ y പറയണം. ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് വിട്ടു, നിങ്ങൾ കണ്ടുപിടിച്ച് ബിയുടെ കോർഡിനേറ്റ്സ് പറയുക. എന്താ ചെയ്യേണ്ടത്? ബിയിൽ നിന്ന് നേരെ താഴേക്ക് പോവുക, അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടും. ബിയിൽ നിന്ന് നേരെ ലെഫ്റ്റിലോട്ട് പോവുക, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? വൈയുടെ വാല്യൂ കിട്ടും. വൈ ആക്സിലോട്ട് പോവുക, അപ്പോൾ വൈയുടെ വാല്യൂ കിട്ടും. ഓക്കെ അല്ലേ? ഇനി ഈ കോർഡിനേറ്റ് ആക്സുകൾ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ മൊത്തം പോസിറ്റീവും ഇവിടെ മൊത്തം നെഗറ്റീവും, മുകളിലേക്ക് മൊത്തം പോസിറ്റീവും താഴെ മൊത്തം നെഗറ്റീവുമാണ്. ആണല്ലോ? ഇവിടെ മൊത്തം പോസിറ്റീവ് വാല്യൂസ്, ഇവിടെ നെഗറ്റീവ്. റെഡി? ഇങ്ങനെ 4 ക്വാഡ്രന്റ് ആക്കി ഇതിനെ തിരിക്കുകയാണ്. 4 ക്വാഡ്രന്റ്സ് എന്നാണ് നമ്മൾ ഇതിനെ പറയുക. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഇവിടെ എക്സിന്റെ വാല്യൂ വൈയുടെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. ഇതാണ് നമ്മളുടെ സെക്കൻഡ് ക്വാഡ്രന്റ്. ഇവിടെ എക്സിന്റെ വാല്യൂ നെഗറ്റീവ് ആണ്, വൈയുടെ വാല്യൂ പോസിറ്റീവ് ആണ്. ഇതാണ് നമ്മളുടെ തേർഡ് ക്വാഡ്രന്റ്, രണ്ടും നെഗറ്റീവ് ആണ്. ഫോർത്ത് ക്വാഡ്രന്റ് എക്സ് പോസിറ്റീവ് ആണ്, വൈ നെഗറ്റീവ് ആണ്. ഒരിക്കലും ഇതിനെ 1 2 3 4 എന്ന് പറയരുത്. ഇങ്ങോട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത്. 1 2 3 4. ഇതിങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. കാരണം ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾക്ക് കുറച്ചുകൂടെ വലുതായ പഠിക്കാനുണ്ട്. അവിടെയൊക്കെ നമുക്ക് ഈ ക്വാഡ്രന്റ്സിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. 1 2 3 4. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാം പോസിറ്റീവ്, തേർഡ് ക്വാഡ്രന്റിൽ എല്ലാം നെഗറ്റീവ്, സെക്കൻഡ് ക്വാഡ്രന്റിൽ എക്സ് നെഗറ്റീവ് വൈ പോസിറ്റീവ്, ഫോർത്ത് ക്വാഡ്രന്റിൽ എക്സ് പോസിറ്റീവ് വൈ നെഗറ്റീവ്. പഠിച്ചു വയ്ക്കുക, സിമ്പിളാണ്. സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൽ നമുക്ക് ഈ അടുത്ത ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാനുള്ള ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത്. ഇത് ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആയി. ഇതുവരെ ആയിരുന്നു കഴിഞ്ഞ വർഷം വരെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നുള്ളൂ, 9th ഉണ്ടായിരുന്നുള്ളൂ. ഈ വർഷം ആഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 points ഇൻ ദ 2D പ്ലെയിൻ. 2D പ്ലെയിനിലുള്ള 2 പോയിന്റ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ഇതാണ് ഡിസ്റ്റൻസ് ഫോർമുല. ഇതിനെ വിളിക്കുന്ന പേര് തന്നെ ഡിസ്റ്റൻസ് ഫോർമുല എന്നാണ്. ഇവിടെ നിങ്ങൾക്ക് 2 പോയിന്റുകൾ കാണാം, എയും ബിയും. എയുടെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് x1 y1, ബിയുടെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് x2 y2. ഇനി ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എ ബി അല്ലേ, ഡിസ്റ്റൻസിന് ഞാൻ ഡി എന്ന് പേര് കൊടുക്കുന്നു, ഡിസ്റ്റൻസ് ഡി. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ഈ നീളം എത്ര, ഈ ലെങ്ത് എത്ര എന്ന് എനിക്ക് കണ്ടുപിടിക്കണം. അത് പൈതഗോറസ് തിയറം ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ആ ഡി എന്ന് പറയുന്ന ഇക്വേഷനിലോട്ട് നമ്മൾ എത്തിയത്. നിങ്ങൾ ഇക്വേഷൻ മാത്രം പഠിച്ചിരുന്നാൽ മതി. ഇക്വേഷൻ ഇങ്ങനെയാണ്: √x2 - x1 the whole square plus y2 - y1 the whole square. വളരെ സിമ്പിളാണ്. ഇവിടെ ഇത് x1 y1, ഇത് x2 y2. സോ √x2 - x1 the whole square plus y2 - y1 the whole square. ഡൺ. ഒരു ക്വസ്റ്റ്യൻ ചെയ്താലോ? ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: what is the distance between the points 2,1 and 2,6? അപ്പം 2,1ഉം 2,6ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ മുകളിൽ x1 y1 എന്നും x2 y2 എന്നും എഴുതുക, തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഡിസ്റ്റൻസ് ഫോർമുല എഴുതുന്നു ഈസ് ഈക്വൽ ടു √x2 - x1 the whole square plus y2 - y1 the whole square is equal to √x2 എന്ന് പറയുന്നത് 2 ആണ്, x2 എന്ന് പറയുന്നത് 2 ആണ്, x1 എന്ന് പറയുന്നത് 2 ആണ്, the whole square plus y2 എന്ന് പറയുന്നത് 6 ആണ്, y1 എന്ന് പറയുന്നത് 1 ആണ്, the whole square. So that is equal to √2 - 2 0 ആണ്, 0 square അത് പോയി, 6 - 1 5 ആണ് അല്ലേ. അപ്പോൾ 5ന്റെ സ്ക്വയർ എന്ന് വരും, അതായത് 5 തന്നെ. സോ 5 യൂണിറ്റ്സ് എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. 5 യൂണിറ്റ്സ്. വളരെ സിമ്പിൾ അല്ലേ? ഇനി ഇതിൽ പറയാതെ പറയുന്ന ഒരു ടോപ്പിക്കും കൂടിയുണ്ട്. ഈ ഒരു ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻസിന് സൈഡിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളോട് ചോദിച്ചിരിക്കുക, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷനാണ് മിഡ് പോയിന്റ് ഫോർമുല എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ. മിഡ് പോയിന്റ് ഫോർമുല എന്ന് പറയുന്ന ഈ ഒരു ചോദ്യം ടെക്സ്റ്റ് ബുക്കിൽ ഇക്വേഷനായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടില്ല എങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരു ഇക്വേഷനാണ്, ഒരു ഫോർമുലയാണ്. സംഗതി ഇത്രയേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ ഒരു ലൈനുണ്ട്, x1 y1 x2 y2 ആണ് അതിൻ്റെ കോർഡിനേറ്റ്സ്. അതിനൊരു മിഡ് പോയിന്റ് ഉണ്ട്. ആ മിഡ് പോയിന്റിന് ഞാൻ എം എന്ന് പേര് കൊടുക്കുന്നു. ഈ എമ്മിൻ്റെ കോർഡിനേറ്റ്സ് എന്താണ്? ഈ മിഡ് പോയിന്റിനും ഒരു എക്സ് വാല്യൂ ഉണ്ടാകും, ഒരു വൈ വാല്യൂ ഉണ്ടാകും അല്ലേ. നമുക്കതിനെ എ ബി എന്ന് വിളിക്കാം, എ ബി.
മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എ കോമ ബി ആണെങ്കിൽ അതിൽ എ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ x1 + x2/2 y1 + y2/2. വളരെ സിമ്പിളാണ്, വളരെ 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 സിമ്പിളാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണം, ഇല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം, അല്ലെങ്കിൽ ഇനി വരുന്ന ചാപ്റ്റർ ഇതേപോലെ സിമ്പിളായിട്ടും അല്ലേ കറക്റ്റായിട്ടും നിങ്ങൾക്ക് പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്തോളാം. ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് ലോട്ടറിയാണ്, ലോട്ടറി എന്നല്ല, ഒരു ഓഫർ ഉണ്ട്, മൺസൂൺ ഓഫറായിട്ട് 10% ഡിസ്കൗണ്ടോട് കൂടി നമുക്ക് ആപ്പ് പർച്ചേസ് ചെയ്യാം. മൺസൂൺ ഓഫറാണ്, എപ്പോൾ വേണമെങ്കിലും എൻഡ് ആകാം. അതുകൊണ്ട് തന്നെ ഇനി വെയിറ്റ് ചെയ്തിരിക്കേണ്ട, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കാം. 3 പ്ലാനുകളാണുള്ളത്. ബേസിക്, ഇൻഫിനിറ്റി പ്രോ എന്ന് പറയുന്ന 3 പ്ലാനാണുള്ളത്. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്ലാൻ ചൂസ് ചെയ്യാം. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവണം, ബേസിക് പ്ലാനിൽ എന്തില്ല? പേൾ ഫീച്ചേഴ്സ് ഇല്ല, ഇൻസ്റ്റാൾ ആൻഡ് മൈൻഡ് മാപ്പ് ഇല്ല, ആക്സസ് ടു ഫാൽക്കൺ ഫൗണ്ടേഷൻ ബാച്ച് ഇല്ല. പക്ഷേ ഇൻഫിനിറ്റിയിലേക്ക് വരുമ്പോഴും ഇൻഫിനിറ്റി പ്രോയിലേക്ക് വരുമ്പോഴും ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ആഡ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണോ വേണ്ടത് അതിനനുസരിച്ച് ചൂസ് ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ വർഷം തകർത്ത് പഠിക്കാം.